ഇത് കണ്ണല്ല കാതൽ എന്ത് കഴിച്ചില്ലെങ്കിലും ഷാനിക്ക പറയും. പറയൂ ഷാനിക്ക. സൂപ്പർ. ഒരെണ്ണം കൂടെ കേട്ടാ. ലാസ്റ്റ് ആണ്. വാൽക്കണ്ണാടി നോക്കി നിലാവു ചൂടി ദൂരെ ദൂരെ. ആരാക്ക് പറഞ്ഞാല് പാർത്തിനെ കൊണ്ട് വീണ്ടും പഠിക്കും. ഇത് ഒന്നുകിൽ തീർത്ഥ ആണോ അല്ലെങ്കിൽ ഞാൻ ആദ്യം സരിക വന്നു, പിന്നെ എനിക്ക് മനസ്സിലായി ടെക്സ്ചർ വ്യത്യാസമുണ്ട്. സർഗ. കറക്റ്റ്. ഇനി അഴിച്ചോളൂ. ഓക്കെ. അടിപൊളി. എല്ലാം പറഞ്ഞു ഷാനിക്ക. ഹലോ. ഇതിൽ നിന്ന് എന്ത് മനസ്സിലായി? ഡിക്ഷൻ എല്ലാം നന്നായി ശ്രദ്ധിക്കും. ഡിക്ഷൻ അല്ല, ഒരാളുടെ ഐഡന്റിറ്റി ആണ് ഏറ്റവും വലുതെന്ന് മനസ്സിലായി. അതെ, നോമെല്ലാം കാണുന്നു, കേൾക്കുന്നു, അറിയുന്നു. ഷാനിക്ക ഇടയ്ക്ക് ഒരു ഭൂമി ഉലക്കം പോലെ എന്തോന്നും സംഭവിച്ചല്ലേ? നന്നായി കുലുങ്ങിയാണ്. ഇതുപോലെ ഞാൻ ചിരിച്ചിട്ടില്ല ഈ ഫ്ലോറിൽ. സത്യം. ഹരിച്ചേട്ടൻ ഇരുന്നൊക്കെ ഇങ്ങോട്ട് ചിരിക്കുക. ഓക്കെ ഷാനിക്ക, ഗിഫ്റ്റ് ഉണ്ട്. എന്താണ് ഗിഫ്റ്റ്? ഷാനിക്കയുടെ ഗിഫ്റ്റ് കൊണ്ടുവാ. ഷാനിക്കയുടെ പ്രിയപ്പെട്ട എന്നെ മാറ്റി വേറെ ആളെ. നല്ല ഗിഫ്റ്റ് ആയിട്ട് വല്ലതും വന്നില്ലെങ്കിൽ ഇടിയാണ്. അവളുടെ വരവ് കണ്ടിട്ട് എന്തോ അതെ ഞാൻ ഇത്രയും എന്റെ ചെവി ഇത്രയും രണ്ട് ഗിഫ്റ്റ് ഉണ്ട്. കൊടുത്തോളൂ. സമ്മാനം കൊടുക്കുന്ന രീതി കൊടുക്കണേ. കൈ നീട്ടി. ഓക്കെ. അല്ല, ഓക്കെ. തുറന്നോ. ഇത് ഒരാൾക്ക് ഇതില് പോവാം വീട്ടിൽ. അതെ, വിമാനം. അവന്റെ അമ്മയുടെ വീട്ടിന്റെ അടുത്തല്ലേ എന്നോട് ഇങ്ങനെ ചെയ്യാൻ പാടുണ്ടോ? റയാനും കൊണ്ട് കൊടുക്കാ. ഷാനിക്ക എടുത്തു വെച്ചോ. താങ്ക് യു മക്കളെ. താങ്ക് യു. ഓക്കെ. അപ്പൊ എങ്ങനെയുണ്ടായിരുന്നു ഷാനിക്ക? ഇത് ഗിഫ്റ്റോ? അല്ല, മൊത്തത്തിൽ അടിപൊളിയായിരുന്നു. ഈ പറഞ്ഞ പോലെ എനിക്ക് ശരിക്കും പറഞ്ഞാല് ഇത് കാതടിച്ച് കേട്ടപ്പോൾ ഒരു ഭയങ്കര രസമായിരുന്നു. ഭയങ്കര ക്വാളിറ്റി ഉള്ള വോയിസസ് ആണ് എല്ലാം. അപ്പൊ അത് ഞാൻ എൻജോയ് ചെയ്തു. അടിപൊളി. അപ്പൊ ഇനി ഇതുപോലത്തെ ചലഞ്ചുകൾ വീണ്ടും വരുന്നതായിരിക്കും. ഓക്കെ. അപ്പൊ ഹെലികോപ്റ്ററിൽ കയറി നിങ്ങൾ പോയിക്കോളൂ. ഹെലികോപ്റ്റർ. അപ്പോ നല്ലൊരു ഡിക്ഷൻ ചലഞ്ചോട് കൂടി ഇന്നത്തെ എപ്പിസോഡ് ഞാൻ സ്റ്റാർട്ട് ചെയ്യാം. സക്സസ്ഫുള്ളി കംപ്ലീറ്റഡ്. കുട്ടികളെ ചിരിക്കൂ. Come on guys, ചിരിക്കൂ. പൊളിച്ചില്ലേ? ഇതിപ്പോ ഒരു ചലഞ്ച് അല്ലേ? കണ്ടോ, ഇനി പണി തരും ഞാൻ. അന്ന് ഞാൻ ഇതുപോലെ ചിരിക്കും കേട്ടോ. കാണിച്ചു തരാം. അതിനുള്ള അധിക അഹങ്കാരം ഒന്നും വേണ്ട. അതിനുള്ള എന്റെ അടുത്തൊരു എന്തായിരുന്ന വാക്ക്? എന്ത് പറയാ? ഒരു മലയാളം പറഞ്ഞിട്ട് നിന്റെ പുറകെ നടക്കാൻ തുടങ്ങിയിട്ട് ദിവസം കുറയായി. അത് ഇതുവരെ ശരിയാക്കിയിട്ടില്ല. ചെറിയ ചലഞ്ച്. നീ എന്തും കൊണ്ട് വരുന്ന കാര്യം പറയണേ. ശരിയാക്കി തരാം ഞാൻ. വെയിറ്റ് ആൻഡ് വാച്ച്.